അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പോൾ ഇന്നില്ലേ ബീഫും പൊറോട്ടയും അതോടൊപ്പം തന്നെ ചിക്കൻ ബിരിയാണി ഇത്രയും നമ്മൾ എത്രയും പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാട്ടോ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരു ഉള്ളി തൊലി കളിയാൻ ഒന്നിനും ആരുമില്ല. നമുക്കെല്ലാം പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ പെട്ടെന്ന് എന്താ പറയണ്ടേ, ചില ആൾക്കാർക്ക് ബിരിയാണി വെക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കിച്ചണിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പം നമ്മളോട് തലേ ദിവസം കൂടുന്ന എൻ്റെ മക്കളിൽ നിന്ന് ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ മൈദ പൊറോട്ടയെന്ന് ആവശ്യപ്പെട്ടിരുന്നത്, മൈദ പൊറോട്ടയും ബീഫും. പക്ഷേ ഞാൻ രാവിലെ എണീച്ച് പൊടി കുഴക്കാൻ വേണ്ടി എടുത്തപ്പോൾ മൈദ ഇല്ല കയ്യിൽ സ്റ്റോക്ക്. പിന്നെ ആട്ട പൊറോട്ട തന്നെ കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചേച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് പിന്നെ ഒരു അര ഗ്ലാസ്സോളം പാൽ ഒഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ആട്ട പൊറോട്ടയ്ക്ക് ഒരു ഗോതമ്പിൻ്റെ കുത്തലുണ്ടാവും, അപ്പോൾ നമുക്ക് പൊറോട്ട കുറച്ചുകൂടി ഫ്ലേവർ ആവും. ഇതൊക്കെ ചേർത്താൽ ഇത്തിരി പഞ്ചസാര കൂടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അത് നല്ല പോലെ കുഴച്ച് ഞാനിതാ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ബോൾ പിടിച്ചെടുക്കണം. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. അത്യാവശ്യം പൊറോട്ട ഉണ്ട്, ഞാൻ രാവിലത്തേക്കും രാത്രിക്കും കൂടി ഒരുമിച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് കല്യാണമുണ്ട്, അപ്പോൾ മക്കൾക്കുള്ള ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി. അവർ വല്ലപ്പോഴും ഇപ്പം വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഞാനിപ്പോൾ കല്യാണത്തിൽ പോയി ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോൾ കുട്ടിയൊക്കെ ഒന്നും ഇല്ലാണ്ട് ഒരു ടെൻഷനല്ലേ. അപ്പോൾ പിന്നെ അവർക്കുള്ള ബിരിയാണി സെറ്റാക്കി വെച്ചിട്ട് പോകണം കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പെരിഞ്ചീരകമൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഉള്ളി തക്കാളി വഴറ്റിയതിലേക്ക് അതൊക്കെ ഇട്ട് വഴറ്റി നല്ലപോലെ വന്നാൽ നമ്മളിതിൽ 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് അതിലേക്കൊരു 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, ഞാൻ നമ്മുടെ റെഡ് ചില്ലി ഉപയോഗിക്കുന്നേ ഇല്ല. പച്ചമുളകിൻ്റെ ആ ഒരു എരിവും കുരുമുളകിൻ്റെ എരിവും മാത്രമേ ഉള്ളൊരു ബീഫ് കറിയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അതോടൊപ്പം പൊറോട്ട എന്ന് പറഞ്ഞാൽ ഒരു അടാറ് കോമ്പിനേഷനാണ്. അപ്പോൾ ബീഫൊക്കെ തലേ ദിവസം കഴുകി വൃത്തിയാക്കി ഫ്രീസറിൽ വെച്ചതാണ്, ബീഫും ചിക്കനൊക്കെ. അപ്പോൾ അത് സെറ്റാക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഞാൻ പൊറോട്ട വീശി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ബീഫിൻ്റെ ഉള്ളി എല്ലാ കാര്യങ്ങളും അത് കട്ടിങ് എന്നോട് കാണിക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ കട്ടിങ് ചെയ്ത് വെക്കണേ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കനിൽ മഞ്ഞളും മുളകും ഇട്ടിട്ട് ഒന്ന് ഉപ്പും ഇട്ടിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് തൈര് ഒഴിക്കുക, കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ചിക്കൻ ബിരിയാണിയുടെ മസാലയാണ് ഒരു സൈഡ് വേവുന്നത്. പിന്നെ ഞാൻ ബീഫിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും ചെറിയുള്ളി ഒന്ന് മുരിച്ചെടുത്തിട്ട് നമ്മളൊന്ന് ചട്ടിയാച്ചി എടുക്കുന്നുണ്ട്. ബീഫിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ലാസ്റ്റ്ലി അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഈ കട്ടിങ് പരിപാടി ഉള്ളി ആ ഒരു സംഭവമൊക്കെ ഒരുമിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്കിടെ അത് ബീഫിൻ്റെ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്താണ് പൊറോട്ടൻ്റെ വീശിയെടുത്തത്. അപ്പോൾ പിന്നെ പൊറോട്ട ചുടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണിയുടെ മസാലയാണ് സെറ്റാക്കി എടുക്കുന്നത്. രണ്ടും 2 സമയത്താണ് സെറ്റാക്കി എടുത്തത്, കാരണം നമ്മളെല്ലാം ഒറ്റയ്ക്ക് ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ എടുത്തെന്നാണ് വിചാരിച്ചത്, പക്ഷേ എടുത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത്, സോറി കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഉള്ളി രണ്ടിനെയും കൂടി ഒരുമിച്ച് ഞാനങ്ങ് കട്ട് ചെയ്തതാണ്, ബീഫിൻ്റെതും ചിക്കൻ ബിരിയാണിയിൽ. ഞാൻ ഉള്ളി വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ബീഫിനൊരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്, ചിക്കൻ ബിരിയാണിക്കും നമ്മൾ 3 ഉള്ളി, അങ്ങനെ ടോട്ടൽ ഒരു 6 ഉള്ളി എടുത്തിട്ടുള്ളൂ. അതിൽ നിന്ന് കുറച്ചെണ്ണം എടുത്തിട്ടാണ് ലാസ്റ്റ് ചോറിന് പൊരിക്കാനും മാറ്റി വെക്കുന്നത്. അപ്പോൾ കുറേ ഉള്ളി എടുത്തിട്ടില്ല, ഇവിടെ അധികം മസാല ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുവിധം പെട്ടെന്ന് കഴിഞ്ഞിന് ഞാൻ മുറിച്ചെടുത്തിട്ട്. അപ്പോൾ ബീഫ് വന്നതിലേക്ക് നമ്മൾ ഈ ഒരു ചട്ടി കാച്ചി ഈ ഒരു സംഭവം കൂടി ഇട്ടു. എന്താണ് കിച്ചണിലുള്ളൊരു സ്മെല്ല് എന്ന് പറയാൻ. അപ്പം ഇത് ചിക്കൻ മസാലയുടെ ഉള്ളി വയർന്ന് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും, ഈ ഒരു ചിക്കൻ ബിരിയാണിയുടെ മസാല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പച്ച മസാലയിലാണ്. അതിലും ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല, ആ ചിക്കൻ പെരക്കി വെച്ച ആ ഒരു മുളക് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ പൊറോട്ട ചുട്ടെടുക്കുന്നുണ്ട്. പൊറോട്ടയിൽ അധികം എണ്ണ ഒഴിക്കാതെയാണ് ചുട്ടെടുക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ളത്. നമ്മൾ പൊറോട്ട ചുടുന്ന സമയത്ത് കല്ലിൽ തന്നെ നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് മുരിച്ചെടുക്കുമ്പോൾ പൊറോട്ട നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഞാനിന്ന് കുറച്ച് ഹെൽത്തി ആയിട്ട് ഇത് ഉമ്മാക്കുള്ളതാണ് കാസ്ട്രോൾ ഇട്ട് വെക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ കൂടുതൽ എണ്ണ ഉപയോഗിക്കും, നമുക്കൊരു ടെൻഷനല്ലേ. അങ്ങനെ ഉമ്മാക്കുള്ള പിന്നെ പൊറോട്ടയും കാര്യം അവിടെ ഉമ്മയും തനിച്ചേ ഉള്ളൂ, അനിയത്തിയില്ല. അതുകൊണ്ടുള്ള അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാവരും നല്ല ഉറക്കിലാണ്, എല്ലാവരും എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. ഞാൻ രാവിലെ എഴുന്നേറ്റ് തൈറോയിഡിൻ്റെ ഗുളിക കുടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തെടുത്തത്, ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് എല്ലാവർക്കും പൊറോട്ടൻ്റെ ഒപ്പം തന്നെ പാൽച്ചായയാണ് ഉണ്ടാക്കിയെടുത്തത്. അധികവും ഞാൻ കട്ടൻ ചായയാണ് കുടിക്കാറ്, പക്ഷേ ചില സമയത്ത് പാൽച്ചായക്കൊരു അഡിഷനാണ്, വേണമെന്ന് തന്നെയുള്ള ഒരാഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലപോലെ വന്ന് എപ്പോഴും ബിരിയാണിയുടെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉള്ളി നല്ലപോലെ വാടി വരണം എന്നുള്ളതാണ് കേട്ടോ. അല്ലാണ്ട് വാടാത്ത ഉള്ളിയിലേക്ക് നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അവിടെ നല്ലോണം സമയം എടുത്ത് അത് പൊറോട്ട ചുട്ട് തീരുന്നത് വരെ നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മുടെ ചിക്കൻ മസാലയുടെ കാര്യങ്ങൾ വഴറ്റിയെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മസാല ഇട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് ചെറിയ തിരാടെ വെച്ചേ. അപ്പോഴേക്കും എല്ലാവരും വന്ന് പിന്നെ ഓരോരുത്തരായിട്ട് കഴിക്കാനിരുന്ന്, ഞാൻ കഴിക്കാനിരിക്കണമെങ്കിൽ എനിക്ക് ഈ മസാല കൂടി ഒന്ന് സെറ്റായതിനു ശേഷം കഴിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇവരൊക്കെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ട്, കാരണം രാത്രി
നമ്മൾ നേരത്തെ കിടക്കുന്നതല്ലേ. ഇന്ന് ഞായറാഴ്ചയുണ്ട്, എല്ലാവരും നിസ്കാര ശേഷം വീണ്ടും കുറേ സമയം കിടന്നത് കൊണ്ടാണ് നമ്മൾ ഞാൻ രക്ഷപ്പെട്ട്. അല്ലാണ്ട് രാവിലത്തെ പഴമുട്ട ഉണ്ടാക്കി, അതിനുശേഷം പിന്നെയും നാസ്ത, അതിനുശേഷം പിന്നെയും ചോറ് എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം പോകും. ഇതാവുമ്പോൾ എല്ലാവരും ഉറങ്ങിയോണ്ട് രാവിലത്തെ ചായ കാച്ചൽ പരിപാടി സ്കിപ്പായതുകൊണ്ട് തന്നെ എനിക്ക് വേഗം പൊറോട്ട വീശാനുള്ള സമയം കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ ചോറിൻ്റെ മസാലയായി. ഇനി ഞാൻ വിചാരിച്ച് ചൂടോടെ പൊറോട്ട തിന്നല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് തിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ചോറുണ്ടാക്കി ദമ്മിടുക. പിന്നെ അതിന് ശേഷം കിച്ചൺ ക്ലീൻ ചെയ്യും വേണം. ഉൾഭാഗമൊക്കെ മക്കൾ ക്ലീൻ ചെയ്തോളൂ. അപ്പോൾ കിച്ചൺ ക്ലീന് നല്ലൊരു സമയം എടുക്കും, കാരണം ടു Z വാരി വലിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊറോട്ട ബീഫ് ഈ ഒരു കറി, പെപ്പർ കറി, നമ്മൾ ബീഫ് പെപ്പറിൽ വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. മൈദ പൊറോട്ടയാണെങ്കിൽ ഒന്നുകൂടി പൊളിച്ചേനെന്ന് ഇവിടുന്ന് മക്കൾ പറയുന്നത്. പക്ഷേ ഞാൻ കുറച്ച് ക്രിസ്പി ആയിട്ട് പൊറോട്ട ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആട്ടപ്പൊറോട്ട എനിക്ക് പേഴ്സണലി ഇപ്പോൾ എനിക്കാലും ഹസ്ബൻഡിനാലും ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ മക്കൾക്ക് എപ്പോഴും മൈദ പൊറോട്ടയോടായിരിക്കില്ല ഇഷ്ടം ഉണ്ടാവുക. പക്ഷെ അവരുടേത് മെനു നോക്കിയാൽ റെഡി ആവില്ല. അപ്പോൾ പിന്നെ ഉമ്മക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തയച്ചപ്പോൾ ഇതാ ഉമ്മ ഇങ്ങോട്ടേക്ക് കുറച്ച് ഉലുവക്കഞ്ഞി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞങ്ങൾ കഴിച്ച്. പിന്നെ ഞാൻ വേഗം നമ്മൾ ബിരിയാണിക്കുള്ള ഉള്ളി പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ കിച്ചണിൽ ഒറ്റക്കാണ് ഈ കസർത്ത് മുഴുവൻ കാട്ടിയിട്ടുള്ളത്. ഒരു 2 മണിക്കൂർ, കാരണം നമുക്ക് തികച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഉൾപ്പെടെ സമയം കേട്ടോ പറഞ്ഞത്. നമ്മൾ തിന്നാനിരുന്ന കുറേ സമയം സംസാരിച്ചിട്ട് അങ്ങ് പോകുമല്ലോ, അതിനിടയിൽ ഉള്ളി കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ എവിടെയോ പോയതാണ്. പിന്നെ മോള് തലേദിവസം ഹോസ്റ്റലിൽ നിന്ന് കുറേ അലവലാതെ സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ വണ്ടിയിൽ അവളെയും കൊണ്ട് തിരിച്ച് വന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ കുറേ കാലം ഒരു സൈഡിൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ. എപ്പോഴും ബസ്സിൽ വരുന്നതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റാറില്ല. അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്ന് അതൊക്കെ അവൾ മാറ്റി വെക്കുന്നുണ്ട്. കുറേ കത്തിക്കാനുണ്ട്, കുറേ പഴയത്, അങ്ങനെ ആ പരിപാടി അവൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സമയം ഒരു 10:30 ആകുമ്പോഴത്തേക്ക് നമ്മളൊക്കെ കഴിഞ്ഞ് ഇനി കിച്ചൺ ക്ലീനിങ് ആണുള്ളത്. ഞാൻ 8 മണിക്കാണേ കിച്ചണിൽ വന്നത്, അത് നിങ്ങൾ മറക്കരുത്. 8 മണിക്ക് വന്ന് നാസ്ത കഴിഞ്ഞ് കുറേ സംസാരിച്ച് അതിനിടയ്ക്ക് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇതിലും വേഗം പരിപാടി കഴിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ദമ്മിടുന്നുണ്ട്. ഉള്ളി കരിഞ്ഞു പോയതുകൊണ്ട് കുറച്ചൊരു പശപ്പിശക് ഉണ്ടോ എന്നുള്ളതുണ്ട് എനിക്ക്. മസാലയിൽ അങ്ങ് മിക്സായാൽ മനസ്സിലാവില്ലായിരിക്കും അല്ലേ. അപ്പോൾ പിന്നെ ദമ്മിട്ട് ഇടുന്നുണ്ട്. ചിക്കൻ വളരെ ചെറിയ പീസാണ്, അതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടീന്. ഞാൻ ചിക്കൻ ചില്ലിക്ക് വാങ്ങി വെച്ച പീസായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇവർക്ക് ഉച്ചയ്ക്ക് ചോറ് വേണമല്ലോ എന്നുള്ളതുകൊണ്ട് ചിക്കൻ ബിരിയാണിയിലേക്ക് മാറിയതാണ്. അപ്പോൾ നമ്മൾ വലിയ പീസൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതല്ല, ചിക്കൻ ചില്ലിയുടെ ആ ഒരു ഇത് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ദമ്മിൽ നമുക്ക് വളരെ കുറച്ച് സമയം വെക്കാൻ പറ്റുള്ളൂ. കൂടുതൽ സമയം വെക്കുമ്പോൾ ചിക്കൻ അങ്ങ് എന്താണ് പറയുക, തേച്ചും വെന്തിട്ട് എല്ലും വന്നങ്ങ് വിട്ടുപോകും. അപ്പോൾ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഞാൻ ദം ചെയ്യും കേട്ടോ. ദമ്മെന്ന് തന്നെ റൈസിലേക്ക് ആ ഒരു മസാല കയറിയാലേ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ചും ബിരിയാണിയിൽ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും അതോടൊപ്പം തന്നെ പച്ചമുളകിൻ്റെ എരിവും മാത്രം മതി. അതാണ് ബിരിയാണിയുടെ മസാലേൻ്റെ ടേസ്റ്റ്. കുറേ മല്ലിപ്പൊടിയും കുറേ മുളക് പൊടിയും നിങ്ങൾ വാരി ഇടാണ്ട് ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ നമ്മൾ കുറേ റെസിപ്പീസ് ഇടുക. ചിക്കൻ ബിരിയാണി വെച്ചൊക്കെ ആട്ടെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഒറിജിനൽ ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മുടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് സ്റ്റോപ്പ് തുടക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പാത്രം അത്രയ്ക്ക് കഴുകാനുണ്ടായിരുന്നു, വലിച്ച് വാരിയിട്ട് സ്പീഡ് ചെയ്തെടുത്തോണ്ട് തന്നെ. അപ്പോൾ to Z ക്ലീനായി. ഇനി ഞങ്ങൾ കല്യാണത്തിന് പോകുന്നതാണ്. കുട്ടികൾ ചോറൊക്കെ എടുത്ത് കഴിച്ചോളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇങ്ങനെ.